ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന പ്ലസ് ടുവിലെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചും ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ടേംസിനെ കുറിച്ചുമാണ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നോക്കുക. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകൾ, ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ചാർജുകൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രത്യേക ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞത്. So two equal and opposite charges separated by a distance is called electric dipole. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്താൽ ഈ അറേഞ്ച്മെന്റിന്റെ പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇതൊരു അറേഞ്ച്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് യൂണിറ്റോ ഡയമെൻഷനോ ഒന്നും തന്നെ ഇല്ല. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് എന്താണോ ആ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ്. പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡൈപോൾ മൊമെന്റിനെ സൂചിപ്പിക്കുക. അപ്പോൾ ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് കാൾഡ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിലെ ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്, ചാർജ് മീൻസ് മാഗ്നിറ്റ്യൂഡ് മാത്രം പരിഗണിക്കുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതാം. അതിൽ നിന്ന് പി സമം ക്യൂ ഇൻറ്റു 2a എന്ന് എഴുതാം. കാര്യം ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും 2a കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a, അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2aq എന്ന് എഴുതാം. അപ്പോൾ ഡൈപോൾ മൊമെന്റ് കണ്ടെത്തുന്നതിനുള്ള ഫോർമുലയാണ് പി ഈസ് ഈക്വൽ ടു എന്ത്, 2aq. അതുപോലെ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളോം മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്നും എന്ത് ചെയ്യുക, പഠിക്കണം. അതുപോലെ ഡൈപോളുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ. ഒരു ഡൈപോൾ പരിഗണിച്ചാൽ ആ ഡൈപോളിന് ആക്സിയൽ പോയിന്റ് ഉണ്ട്. ആക്സിസുമായി ബേസ് ചെയ്ത് വരുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലൈൻ ആണ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് ആണ് ആക്സിയൽ പോയിന്റ്. ആക്സിയൽ പോയിന്റിൽ എന്ത് കണ്ടെത്തുക, ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക. നോക്കുക, ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. -q + q ചാർജ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. സെന്റർ O ആണ്. ഓയിൽ നിന്നും ഒരു r ഡിസ്റ്റൻസ് അകലെ p എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പി എന്ന പോയിന്റ് ആക്സിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റ് ആണ്, അഥവാ ആക്സിയൽ പോയിന്റ് ആണ്. ഈ പിയിലെ എന്താ കണ്ടെത്താനുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടെത്താനുള്ളത്. അപ്പൊ പരീക്ഷയിൽ ചോദിക്കും ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ എന്നൊരു ചോദ്യം വരും. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു ഏതാണോ ആ ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു q/r² ആണ്. അപ്പൊ ഇവിടെ ആലോചിക്കുക, ഈ -q എന്ന ചാർജ് കാരണം p യിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ +q എന്ന ചാർജ് കാരണം p യിൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ p യിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, -q ചാർജ് കാരണം p യിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതുക. ഇങ്ങനെ എഴുതാം, അതിനെ E - q എന്ന് എഴുതാം. E - q ഈക്വൽ ടു പറഞ്ഞേ, ഒരു ചാർജ് കാരണം അല്ലെങ്കിൽ ഒരു ചാർജ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, എങ്ങനെ കണ്ടെത്താം, 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു q/r². അപ്പൊ അതുപോലെ എഴുതിയ 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു ചാർജ് -q ആണ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആ പരിഗണിക്കാനുള്ളൂ. ഇത്രയും r ആണെന്ന് നമുക്കറിയാം, ഇത് a ആണ്. കാര്യം 2a യുടെ പകുതിയാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ ഡിസ്റ്റൻസ് എത്ര വരും, r + a എന്ന് വരും. അപ്പോൾ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ r + a² എന്ന് എഴുതും. അതുപോലെ +q കാരണം p യിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതുക. അതെങ്ങനെ എഴുതാം, അത് E- അല്ല E+q എന്ന് എഴുതുക. ഇതുപോലെ ചെയ്യുക, 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു q ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് മതി, ഇത്രയും r ആണ്. അതിൽ നിന്ന് a മൈനസ് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് r - a ആണ്. അപ്പോൾ ആൻസർ r - a² എന്ന് വരും. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E സമം E പ്ലസ് എന്തെന്ന് എഴുതുക, E മൈനസ് എന്ന് എഴുതുക. ഇതിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ E ഈക്വൽ ടു
1 by 4 pi epsilon naught into q divided by r minus a the whole square. ഇനി പ്ലസ് ഇ മൈനസ് ആർ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ആ മൈനസ് ഇവിടെ എഴുതുക. മൈനസ് 1 by 4 pi epsilon naught into q divided by r plus a the whole square. r plus a the whole square. രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങൾ പുറത്തെടുക്കുക. കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? q divided by 4 pi epsilon naught രണ്ടിലും പൊതുവായിട്ടുള്ളതാണ്. പുറത്തെടുക്കുക. പുറത്തെടുത്താൽ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. q divided by 4 pi epsilon naught into ബ്രാക്കറ്റിൽ എഴുതുക 1 by r minus a the whole square minus 1 by r plus a the whole square. ഇനി ഇത് ചെയ്യുക. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു q divided by 4 pi epsilon naught ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക r plus a the whole square മൈനസ് എന്ത് ചെയ്യുക r minus a the whole square divided by ഇത് a plus b into a minus b എന്ന ഫോമിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ a square minus b square ആണ്. അപ്പോൾ r square minus a square. പക്ഷേ ഇതിനൊരു സ്ക്വയർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ എന്ത് കൊടുക്കുക? സ്ക്വയർ കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് എന്താ? ഇനി ഇത് a plus b the whole square എക്സ്പാൻഡ് ചെയ്യുക, ഇതിനെ a minus b the whole square എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു q divided by 4 pi epsilon naught into ഇവിടെ ചെയ്യുമ്പോൾ r square plus 2ar plus a square മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതുക. മൈനസ് r square plus 2ar മൈനസ് a square divided by എന്ത് r square minus a square. എന്ത് ചെയ്യുക? ഒരുപോലെ വരുന്നതും വ്യത്യസ്ത ചിഹ്നമുള്ളതും ക്യാൻസൽ ചെയ്യുക. r സ്ക്വയറും മൈനസ് r സ്ക്വയറും ക്യാൻസൽ ചെയ്യുക, a സ്ക്വയറും മൈനസ് a സ്ക്വയറും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു q by 4 pi epsilon naught into 2ar plus 2ar എന്ന് പറയുന്നത് 4ar ആണ്. 4ar divided by r square minus a square the whole square ആണ്. ഇനി ഒന്ന് ആലോചിക്കുക, ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 2 into 2 എന്ന് എഴുതുക. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into 2 into 2 എന്ന് എഴുതുക. ബാക്കി ആരൊക്കെയാ? into ar into ആര്? q divided by r square minus a square the whole square. ശ്രദ്ധിക്കുക, ഈ 2 into 2a എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചാലാ 2 into 2aq 2 into 2a into q എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പഠിച്ച ഡൈപോൾ മൊമെന്റ് p ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഈ 2aq ന് പകരം p കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into 2aq ന് പകരം p കൊടുത്താൽ ബാക്കി 2pr divided by r square minus a square the whole square എന്ന് വരും. ഇതാണ് p എന്ന് പറയുന്ന പോയിന്റിലെ എന്ത് കണ്ടെത്തുന്നതിനുള്ള ഫോർമുല? ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള ഫോർമുല. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. r സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെന്ന് ആലോചിക്കുക. a എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ പകുതി ദൂരമാണ്. p എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. എപ്സിലോൺ നോട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷൻ നിങ്ങൾ പരിഗണിക്കുക. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a എന്ന ഡിസ്റ്റൻസിനേക്കാൾ വളരെ വലുതാണ് ഈ പറഞ്ഞ r എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ആരെ ഒഴിവാക്കാം? a എന്ന് പറയുന്ന ദൂരത്തെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി എഴുതിയാൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into 2pr divided by ഒഴിവാക്കുമ്പോൾ ബാക്കി r square the whole square എന്ന് പറഞ്ഞാൽ r raised to 4 ആണ്. ഇവിടത്തെ ഒരു r ഉം ഇവിടത്തെ ഒരു r ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into 2p divided by എന്ന് കിട്ടും r cube എന്ന് കിട്ടും. ഇതാണ് ആക്സിയൽ
പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ. അപ്പൊ ഇത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇത് ഫൈനൽ ആൻസർ ആയിട്ട് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതി നിർത്തും. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ്, ഒരു ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടെത്താം. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. അവസാനം എഴുതി നിർത്തുന്നത് കണ്ടീഷൻ വെച്ചിട്ടാണ്. ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4πε0 into 2p/r².